എല്ലാവരും അവിടെ വന്ന് വിളിക്കുന്നുണ്ട്. ഇപ്പം ഇന്നിപ്പോൾ തൊട്ടടുത്ത് ഷെല്ല് വീണ് പൊട്ടി എന്ന് പറഞ്ഞ് എൻ്റെ നാട്ടിൽ നിന്ന് തന്നെയുള്ള ആളുകൾ വിളിച്ചിരുന്നു. ഖത്തറിൽ നിന്ന്, ദോഹയിൽ നിന്ന് വിളിച്ചിരുന്നു. പല സ്ഥലത്തും വലിയ പരിഭ്രാന്തിയിലാണ് ആളുകളുള്ളത്. അതുകൊണ്ട് ഇന്നലെ തന്നെ പ്രധാനമന്ത്രിക്ക് മെയിൽ അയച്ചിരുന്നു. തീർച്ചയായിട്ടും വലിയൊരു മലയാളി ഡയസ്പോറ ഉള്ള സ്ഥലമാണ് ഗൾഫ് രാജ്യങ്ങൾ. അവരുടെ ബന്ധുക്കളും ഇതൊക്കെ ആയിട്ടൊരു വലിയ സംവിധാനം ഉള്ളതാണ്. എല്ലാവരും വലിയ ആശങ്കയിലാണ്. എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ വ്യാപകമായി ഫ്ലൈറ്റുകളെല്ലാം ക്യാൻസൽ ചെയ്തു. അത്യാവശ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പോലും ആർക്കും പറ്റാത്ത അവസ്ഥയിലാണ്. പെട്ടെന്നുണ്ടായ ഈ പ്രതിസന്ധി, ഒരു മുന്നറിയിപ്പില്ലാതെ ഉണ്ടായ പ്രതിസന്ധി ഒരുപാട് ജീവിതങ്ങളെ വലിയ ഇതിലാക്കിയിരിക്കുകയാണ്. എല്ലാവർക്കും ഉത്കണ്ഠയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന്. ആർക്കും യാതൊരു പിടിയില്ലാതെ കൂടുതൽ സ്ഥലത്തേക്ക് അത് വ്യാപിക്കാതിരിക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാവരും. പക്ഷേ ഇന്നത്തെ സൂചനകൾ നല്ല സൂചനകളല്ല. ഇന്ന് രാവിലെ മുതലുണ്ടാകുന്നത് വ്യാപകമായ അക്രമവും ബോംബിങ്ങും നടക്കുന്നതായിട്ടുള്ള വാർത്തകളാണ് വരുന്നത്. അത് ഗൾഫ് രാജ്യങ്ങളിൽ എവിടെ അത് സംഭവിച്ചു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുന്നത് നമ്മളെയാണ്. മലയാളി ഡയസ്പോറ മാത്രമല്ല, ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി എല്ലാ സ്ഥലത്തും ഉള്ളതാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും അവരുടെ എല്ലാവിധ ശ്രമങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ യുദ്ധം എത്രയും പെട്ടെന്ന് നിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടണം. ഇന്ത്യ അങ്ങനെയുള്ള അന്തർദേശീയ കാര്യങ്ങളിലെല്ലാം നല്ല ഇടപെട്ട ഒരു പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ ഗവൺമെൻറ്റിന് ഗൗരവതരമായ ഇടപെടലുകൾ നടത്താൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അമേരിക്കൻ ആക്രമണത്തെ എങ്ങനെയാണ് ഇതൊന്നും ആരും അംഗീകരിക്കുന്നതല്ലല്ലോ, ഇത്തരം ആക്രമണങ്ങളെന്നും. ഇതൊക്കെ ഓരോ രാജ്യങ്ങളുടെ പരമാധികാരങ്ങളുടെ മീതെ മറ്റുള്ളവർ കടന്നാക്രമിക്കുന്നത് തെറ്റായ കീഴ്വഴക്കമാണ്. നമ്മളെന്നും കോൺഗ്രസ് എന്നും അധിനിവേശത്തിനെതിരായിട്ടും അനാവശ്യമായ ആക്രമണങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഓരോ രാജ്യങ്ങൾക്കും അവരവരുടേതായ പരമാധികാരമുണ്ട്. അതിൽ മറ്റാളുകളെ നിയന്ത്രിക്കാനും മറ്റാളുകൾ ഇടപെടാനും. ഇതിൻ്റെ പുറകിലുള്ള ഒരുപാട് സാമ്പത്തിക താല്പര്യങ്ങളും മറ്റു താല്പര്യങ്ങളും ഉണ്ട്. രാഷ്ട്രീയ താല്പര്യങ്ങളെക്കാളേറെ സാമ്പത്തിക താല്പര്യങ്ങളുടെ പേരിൽ യുദ്ധം നടക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അത് കൂടുതൽ അപകടത്തിലേക്ക് പോയാൽ ലോകത്ത് മുഴുവൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് യുദ്ധം നടന്നാൽ ആ രണ്ട് രാജ്യങ്ങളെയോ രണ്ടോ മൂന്നോ രാജ്യങ്ങളെ മാത്രമല്ല ബാധിക്കുന്നത്. ഇപ്പോൾ ഉക്രൈനിൽ നടന്ന യുദ്ധത്തെ പോലും നമ്മുടെ രാജ്യത്തെ പോലും ബാധിച്ചു. കാരണം ഇതെല്ലാം ഗ്ലോബൽ വില്ലേജായി നിൽക്കുന്ന ഒരു കാലമാണ്. എവിടെയെങ്കിലും ഒരു യുദ്ധം നടന്നാൽ അതിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളിലെല്ലാം ഉണ്ടാവും. സാമ്പത്തികമായും അല്ലാതെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ഓയിലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, സമുദ്രത്തിലൂടെയുള്ള യാത്ര, ആകാശത്തിലൂടെയുള്ള യാത്ര, ഇതെല്ലാം വളരെ വലിയ പ്രതിസന്ധിയിലാവും. ലോകം പെട്ടെന്ന് സ്തംഭിച്ചു പോകുന്നൊരു അവസ്ഥയിലെത്തും. പണ്ടൊരു യുദ്ധം നടന്നാൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് അല്ല ഇപ്പോഴത്തെ കാലത്തൊരു യുദ്ധം നടന്നാൽ ഉണ്ടാകുന്നത്. ഒരുപാട് പേര് നമ്മുടെ സംഘടനകളൊക്കെ ആയിട്ട് ഞങ്ങൾ നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട്. നമുക്ക് അവരെല്ലാവരുടെ ഉത്കണ്ഠയാണ് പ്രകടിപ്പിക്കുന്നത്. എല്ലാ സംഘടനകളും GCCയിലെ മിക്കവാറും സംഘടനകളൊക്കെ ആയിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരുമായിട്ട്. നമുക്കിപ്പോൾ ആശ്വസിപ്പിക്കാൻ മാത്രമല്ലേ പറ്റുള്ളൂ. നോർക്കൊക്കെ പരിധിയുണ്ട്. ആ പരിധിയിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഏജൻസികൾക്ക് ഇപ്പോൾ നമ്മൾ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയാൻ നോർക്ക വേണമെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല, അതൊന്നും അല്ലല്ലോ. നോർക്കൊക്കെ ധാരാളം ഇത്തരം ഇന്ത്യ ഗവൺമെൻറ്റിന് പോലും ധാരാളം പരിമിതികളുണ്ട്. കാരണം അത് അത്ര എളുപ്പമല്ല. പക്ഷെ അവർക്ക് പൊളിറ്റിക്കലായിട്ട് രാഷ്ട്രീയമായും അല്ലാതെയുള്ള കാര്യങ്ങൾ ഇടപെടാൻ പറ്റും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.